إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. സ്നേഹ സമ്പന്നരായ വിശ്വാസിനികൾ, സർവശക്തനും സർവനിയന്താവുമായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനകളും വിരോധനങ്ങളും കൃത്യമായി സൂക്ഷിച്ച് പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് നൽകുമാറാവും. 1446 ഹിജ്റ വർഷത്തില് ഒരു പുതുമാസത്തിലേക്ക്, റജബ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് റജബ് 2. ഈ മാസത്തിന് ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഇതര മാസങ്ങളായിട്ടാണ്. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ നാളു തൊട്ട് മാസം 12 അതിൽ 4 മാസങ്ങൾ അർബഅത്തുൻ ഹുറുമൻ പവിത്രമാണ്, യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത, യുദ്ധം പോലും ഹറാമാക്കപ്പെട്ട, പവിത്രതയോടുകൂടി പരിഗണിക്കപ്പെടേണ്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 36 ആയത്തിലൂടെ ആ ഒരു തത്വം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം നഫ്സുകളോട് നിങ്ങൾ അതിക്രമം കാണിക്കുവാൻ പാടില്ലാത്ത മാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് എണ്ണി പറയുന്നുണ്ട്. ആദ്യത്തെ 3 തുടർച്ചയായ ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമാകുന്നു. പിന്നീട് മുളറിന്റെ റജബാകുന്നു എന്ന്. 2 ഗോത്രങ്ങൾ തമ്മിൽ ജാഹിലിയൻ കാലഘട്ടത്തിൽ തർക്കമുണ്ടായിരുന്നു. ഏത് റജബാണ് പവിത്രമായത് എന്ന്. മുളർ ഗോത്രത്തിന്റെ വാദം അത് ശഅബാനിന് തൊട്ടു മുമ്പുള്ള റജബിനെയാണ് ഉദ്ദേശിച്ചത് എന്ന്. എന്നാൽ മറ്റൊരു ഗോത്രം റമളാനാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന വിശ്വാസം നിലനിൽക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തു. അതിനെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി മുളറിന്റെ റജബാണ് 4ാമത്തെ മാസം എന്ന് പഠിപ്പിക്കപ്പെട്ടത്. എന്താണ് ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
ഈ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പവിത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും പറഞ്ഞിട്ടില്ല. പവിത്രമായ മാസങ്ങളെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയുടെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി സമൂഹമേ, നിങ്ങൾ ലാ തുഹില്ലു ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ശആഇറുകളെ, ചിഹ്നങ്ങളെ, അടയാളങ്ങളെ നിങ്ങൾ അനാദരിക്കാൻ പാടുള്ളതല്ല. വലശഹറുൽ ഹറാം, ഹറാമായ മാസങ്ങളെ, പവിത്രമായ മാസങ്ങളെയും അനാദരിക്കാൻ പാടില്ല എന്ന്. ആ മാസത്തിൽ യുദ്ധം അനുവദനീയമല്ല. ദുൽഖഅദും ദുൽഹജ്ജും മുഹറം ഉൾപ്പെടെയുള്ള മാസങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹജ്ജിനു വേണ്ടിയുള്ള യാത്രയും തിരിച്ചുള്ള യാത്രയും യുദ്ധമില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നിലനിൽക്കേണ്ട കാര്യമാണ്. ഈ മാസത്തിൽ പ്രത്യേകമായി വിശ്വാസി സമൂഹം പാലിക്കപ്പെടേണ്ട, അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു കർമ്മം സ്വഹീഹായ ഒരൊറ്റ ഹദീസിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാർ ഈ മാസത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരേ ഒരു കാര്യം, അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിശ്വാസപരവും കർമ്മപരവുമായിട്ടുള്ള വിശ്വാസി നിത്യജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളിലും സൂക്ഷ്മതയും ശ്രദ്ധയും ആവേശവും കാണിക്കപ്പെടേണ്ട മാസമാണ്. നമസ്കാരം വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് വർദ്ധിപ്പിക്കേണ്ടതാണ്. എന്താണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ആ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതിൽ വിശ്വാസി പാലിക്കേണ്ട കണിശമായ സമീപനം അത് പവിത്രമായ മാസത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം വിട്ടുനിൽക്കേണ്ട തിന്മകളിൽ നിന്നുള്ള മതം വിലക്കിയ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും സമ്പൂർണമായ ഒരു വിടുതൽ വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അവൻ ഏറ്റവും പവിത്രമായി ആദരിക്കപ്പെടേണ്ട മാസത്തിൽ അവൻ തിന്മ ചെയ്യുകയും പാപങ്ങൾ ചെയ്യുകയും അവൻ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്ന് സമൂഹം ഏറെ വഴിമാറിപ്പോയിട്ടുണ്ട്. ഇസ്ലാമിലെ മറ്റേതൊരു കാര്യങ്ങളിലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ സംഭവിച്ചതുപോലെ ഏതൊരു പ്രവാചകന്മാർ ഇസ്ലാമിന്റെ ശരിയായ വശം എപ്പോൾ പഠിപ്പിച്ചുവോ ആ പ്രവാചകന്മാരുടെ കാലശേഷം ആ സമൂഹങ്ങളിലേക്ക് കടന്നു വന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ആധുനികമായ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് നേരത്തെ പ്രവാചകന്റെ കാലശേഷം ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായിത്തീർന്നതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ വരെ ഒട്ടനവധി അനാചാരങ്ങൾ നിലനിന്നിരുന്നൊരു മാസമായിരുന്നു റജബ് മാസം. അതിൽ പലതിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഈ മാസത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ എന്ന പേരിൽ ഇന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. അതിൽ 100% റജബ് മാസത്തിന്റെ ഫദ്ല് പറയുന്ന, പ്രത്യേകത പറയുന്ന ഹദീസുകൾ എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ഹദീസുകൾ ഒന്നുകിൽ അവ മുഴുവൻ സനദുകൾ ദുർബലമായ ദഈഫായ ഹദീസുകളാണ്. അതല്ലാത്തവ കെട്ടിച്ചമക്കപ്പെട്ട പ്രവാചകനിലേക്ക് പരമ്പര പോലും എത്താത്ത മൗദൂആയ ഹദീസുകളാണ്. പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ ഒരു ഹദീസ് കാണാം, റജബ് ആദ്യം അറിയിക്കുന്നവന് സ്വർഗം ഹറാമാകുന്നു എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലാ പറയല്. റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, ദാ റജബ് മാസം കണ്ടിരിക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ ഒരാൾ കൈമാറിയാൽ അവന്റെ മേൽ സ്വർഗം, നരകം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞിട്ടില്ല. റജബ് അള്ളാഹുവിന്റെ മാസമാണ്. അത് കഴിഞ്ഞാൽ ശഅബാൻ എന്റെ മാസമാണ്. അത് കഴിഞ്ഞാൽ റമദാൻ സമൂഹത്തിന്റെ, ജനങ്ങളുടെ മാസമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന് ഹദീസ് കാണാൻ സാധിക്കും. റജബ് മാസം 27-ാം തീയതിയാണ് ഞാൻ പ്രവാചകനായി നിയുക്തനായത് എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന ഹദീസ് കാണാൻ സാധിക്കും. റജബിന്റെ 15-ന്റെ രാവിൽ ഒരാൾ 14 റക്അത്ത് നമസ്കരിച്ചാൽ എന്ന് തുടങ്ങുന്ന ഹദീസ് കാണാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായി ഈ റജബിനെ അതിനെ പോഷിപ്പിക്കുന്ന, അതിന്റെ പവിത്രത സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഒട്ടനവധി കള്ള ഹദീസുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കയറിക്കൂടിയിട്ടുണ്ട്. അതിൽ സഹീഹിനെയും അതിൽ ദഈഫിനെയും
ഹദീസുകളെ ശരിയും തെറ്റും വേർതിരിക്കുന്ന ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രഗത്ഭമായ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. അത് എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ, അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ഗ്രന്ഥത്തിന്റെ പേര് തബീനുൽ അജബ് ബിമാ വറദ ഫീ ശഹ്രി റജബ് എന്ന, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അതിന്റെ വിശദീകരണം എന്നാണ് ആ പേര്. അദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ച് ബുഖാരിയിൽ ഉൾപ്പെടുത്തിയ ഹദീസുകൾ, മുസ്ലിമിലുള്ള ഹദീസുകൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഹദീസുകളുടെ സനദുകളും മത്നുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി അതിലെ ശരിയും തെറ്റും നെല്ലും പതിരും വേർതിരിച്ചെടുത്ത മഹാനായ പണ്ഡിതൻ റജബുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ഏതൊക്കെയാണ് മൗദൂആയ ഹദീസുകൾ, ഏതൊക്കെയാണ് ദഈഫായ ഹദീസുകൾ എന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ ഉള്ളതിനെ ഉള്ളതായി സ്വീകരിക്കുകയും ഇല്ലാത്തതിനെ ഇല്ലാത്തതായി തള്ളിക്കളയുകയും ചെയ്യുന്ന അഹ്ലുസുന്നയുടെ, അഹ്ലുൽ ജമാഅത്തിന്റെ, അഹ്ലുൽ ഹദീസിന്റെ വക്താക്കളായിക്കൊണ്ട്, യഥാർത്ഥ സത്യത്തിന്റെ ബാന്ധാവിൽ നിലകൊള്ളുന്ന ആളുകളായിക്കൊണ്ട്, പ്യുവർ ഇസ്ലാമിന്റെ പ്രതിനിധീകരിക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ചില ബിദ്അത്തുകൾ മാത്രം സൂചിപ്പിക്കുകയാണ്, വ്യാപകമായി പ്രചാരണമുള്ള ചില വിഷയങ്ങൾ. ഒന്ന്, മിഅ്റാജ് നോമ്പ് എന്നറിയപ്പെടുന്ന ഒരു നോമ്പുണ്ട് സമൂഹത്തിൽ. എന്താ മിഅ്റാജ് നോമ്പ്? റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തിയ ദിവസം, ആ മിഅ്റാജ് ദിനം പ്രത്യേകമായി മിഅ്റാജ് ദിനമായി ആഘോഷിക്കുകയും അന്ന് പ്രത്യേകമായി നോമ്പെടുക്കുകയും ചെയ്യുക എന്ന്. എന്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാമിലെ സുന്നത്തിനെയും ബിദ്അത്തിനെയും വേർതിരിക്കുന്ന മാനദണ്ഡങ്ങളെ കുറിച്ചും ഏതൊക്കെയാണ് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ബിദ്അത്തുകൾ എന്നും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ബിദ്അത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി നമ്മെ അറിയിച്ചത്, സമൂഹം എപ്പോഴും ജാഗരൂകരായിരിക്കുന്നതിന് വേണ്ടി ഏതൊരു സംസാരം ആരംഭിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള വാചകത്തിൽപ്പെട്ടതാണ്, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ വലാല വകുല്ല വലാലത്തിൻ ഫിന്നാർ എന്നാണ്. മതത്തിലേക്ക് പുതുതായി കടന്നു വന്നത്, ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ മുഴുവൻ വിശ്വാസ കർമ്മങ്ങളും സമ്പൂർത്തീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ, ഏതൊക്കെ വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടായാൽ അവൻ നരകത്തിലെത്തുമെന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഇവിടേക്ക് പുതുതായി ഒന്നും വരേണ്ടതില്ല. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ സൂറത്തുൽ മാഇദയുടെ മൂന്നാമത്തെ ആയത്തിലൂടെ അൽയൗം അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വചനം ഇറങ്ങിയതോടുകൂടി ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നിട്ടുണ്ട്. അവിടേക്കാണ് പുതിയ പുതിയ പേരിട്ടിട്ടുള്ള കർമ്മങ്ങൾ കടന്നു വരുന്നത്. എന്താണ് ഈ ഒരു നോമ്പിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ മിഅ്റാജ് നോമ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ റജബിലെ ഏതെങ്കിലും പ്രത്യേകമായ നോമ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ റജബ് മാസത്തിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ച്, ആ റജബ് മാസത്തിൽ പ്രത്യേകമായി നമസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്രന്ഥത്തിലൂടെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ വലാ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മുഅയ്യനിൻ മിൻഹു വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ ഫീഹി ഹദീസുൻ സഹീഹുൻ യുസ്ലിഹു ലിൽ ഹുജ്ജ. റജബിന് ശ്രേഷ്ഠത പറയുന്ന, റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പ് പറയുന്ന, റജബിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന, റജബിലെ ഏതെങ്കിലും ദിവസത്തിൽ രാത്രിയിൽ പ്രത്യേകമായി നമസ്കാരം പഠിപ്പിക്കുന്ന, ഹുജ്ജത്തായി പ്രാമാണികമായി സ്വീകാര്യയോഗ്യമായ ഒരൊറ്റ ഹദീസും സഹീഹായ ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയുടെ ലോകമംഗീകരിക്കുന്ന, ലോകത്തുള്ള ഇസ്ലാമിക പണ്ഡിത ലോകം അംഗീകരിക്കുന്ന ബുഖാരിയുടെ വ്യാഖ്യാന രചയിതാവായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹദീസുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അവിടുത്തെ ഫതാവൽ മജ്മുഉൽ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു, വഅമ്മ സൗമു റജബിൻ ബിഖുസൂസിഹി وأحاديثه كلها ضعيفة بل موضوعة.
റജബ് മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കാൻ പറയുന്ന ഹദീസുകളെല്ലാം ആകുന്നു, അല്ലെങ്കിൽ അവ ലഈഫുകളാകുന്നു എന്ന്. അതുകൊണ്ട് റജബിൽ ഒരു പ്രത്യേക നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നോമ്പെടുക്കണം ആർക്കെങ്കിലും നോമ്പെടുത്തോളി, എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്തോളി. റജബ് മാസത്തിൽ എല്ലാ തിങ്കളും നോമ്പെടുത്തോളി. അതിന് തെളിവുണ്ട്. തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ, സുന്നത്തായ നോമ്പെടുക്കാൻ, എല്ലാ വ്യാഴവും നോമ്പെടുത്തോളി. വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കാൻ മതത്തിൽ തെളിവുണ്ട്. 13, 14, 15 ദിവസങ്ങളിൽ, അയ്യാമുൽ ബിഅദിന്റെ ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊള്ളുക. അതിന് മറ്റു തെളിവുകളുടെ പിൻഫലമുണ്ട്. അവ മുഴുവൻ സ്വീകരിച്ചാൽ തന്നെ 8, 3, 11 നോമ്പെടുക്കാൻ പറ്റും. ഇനി അതിനേക്കാൾ കൂട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ? നോമ്പ് സ്ഥിരമായി സുന്നത്ത് നോമ്പെടുത്ത് ശീലമുള്ള ആളുകൾ ഇന്ന് നോമ്പെടുക്കുക, നാളെ ഒഴിവാക്കുക, അടുത്ത ദിവസം നോമ്പെടുക്കുക, അടുത്ത ദിവസം ഒഴിവാക്കുക, 15 നോമ്പെടുക്കാൻ പറ്റും. മതത്തിൽ ഉള്ളത് സ്വീകരിക്കുക, മതത്തിൽ പഠിപ്പിക്കാത്തതിനെ തള്ളിക്കളയുക. മതത്തിൽ റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതിന് പ്രത്യേകത നൽകി പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്താൽ ആ കർമ്മത്തെയാണ് ബിദ്അത്ത് എന്ന് വിളിക്കുക. പ്രതിഫലമല്ല ലഭിക്കുക, മറിച്ച് നരക ശിക്ഷയായിരിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കപ്പെടേണ്ട റിസാലത്ത്, ദൂത്, ആ ദൂത് റസൂലുള്ളാഹി പൂർത്തീകരിച്ചില്ല എന്നുള്ളതായി മാറും. റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല, നമ്മുടെ വക കൂട്ടിച്ചേർക്കുക എന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ റജബ് മാസത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് പ്രത്യേകമായ ഉംറ നിർവഹിക്കുക എന്നുള്ളത്. റജബ് മാസത്തിന് പവിത്രത കൽപ്പിച്ച് ആ റജബിൽ പ്രത്യേകമായ ഉംറ ചെയ്താൽ പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന വിശ്വാസത്തോടുകൂടി ഉംറ നിർവഹിക്കുക എന്നുള്ളത് ഇത് ഒരിക്കലും ശരിയായ നിലപാടല്ല. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുഅല ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഫി അയ്യി ശഹരിൻ ഇഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഏത് മാസത്തിലാണ് ഉംറ ചെയ്തത് എന്ന് ഇബ്നു ഉമറിനോട് ചോദിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഫി റജബിൻ, അത് റജബിലായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഫഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മഅതമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തു, റസൂലുള്ളാഹി ഒരിക്കലും റജബിൽ ഉംറ നിർവഹിച്ചിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് ഓർമ്മപ്പിശകുകൊണ്ടോ മറ്റോ ധാരണപ്പിശകുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിച്ചു പോയത്. അതിനെ തിരുത്തുകയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹി റജബിൽ പ്രത്യേകമായി എന്ത് ചെയ്തിട്ടില്ല? ഉംറ നിർവഹിച്ചത്. ഒരാൾക്ക് എപ്പോഴാണോ ഉംറ നിർവഹിക്കുവാൻ അവസരം കിട്ടുന്നത്, റജബിലാണ് അവസരം കിട്ടുന്നതെങ്കിൽ റജബ്, അത് ശഅബാനിലാണെങ്കിൽ ശഅബാൻ, റമളാനിലാണെങ്കിൽ റമളാൻ. പ്രത്യേകമായി റജബ് പുണ്യമുള്ള മാസമാണ്, ആ മാസത്തിൽ പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന ധാരണയോടുകൂടി നിർവഹിക്കാൻ പാടില്ല. അങ്ങനെ നിർവഹിക്കാം, റമളാനിൽ നിർവഹിക്കാം. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റമളാനിൽ ഉംറ നിർവഹിച്ചാൽ ഹജ്ജിന്റെ പ്രതിഫലമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മസ്ജിദുൽ ഖുബായിൽ പോയി 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചാൽ അവന് ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇവിടെ ഉണ്ട്. ആ പഠിപ്പിച്ചത് സ്വീകരിക്കുകയും പഠിപ്പിക്കാതെ അമിതമായ ഫള് പറയുന്നത് അത് ലാഭത്തിലേക്കല്ല, അത് നഷ്ടത്തിലേക്കായിരിക്കും എത്തിച്ചേരുക എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. മൂന്നാമതായി, സമൂഹത്തിൽ അടുത്ത കാലത്തായി വ്യാപകമായ പ്രചാരണം നൽകുന്ന ഒരു നമസ്കാരമാണ് സ്വലാത്തുർ റഗായിബ് നമസ്കാരം. എപ്പോഴാണ് ഈ നമസ്കാരം സാധാരണ ആളുകൾ നമസ്കരിക്കാറുള്ളത്? അത് റജബിലെ ആദ്യ വെള്ളി എന്നാണ്. ആ വെള്ളിയുടെ രാവ് അത് കഴിഞ്ഞു, ഇന്നലെ രാത്രി. വെള്ളിയാഴ്ച രാവ് ഇന്നലെ കഴിഞ്ഞു പോയി. ആദ്യം രാവും പിന്നെ പകലും, അങ്ങനെയാണ് ഹിജറ കലണ്ടർ. മഗ്രിബ് മുതൽ തുടങ്ങും, ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യും, രാത്രി തീർന്നു പോയി. റജബ് മാസത്തിലെ ആദ്യ വെള്ളിയുടെ രാവിൽ മഗ്രിബിനും ഇശാഇനും ഇടക്കായിക്കൊണ്ട് നിർവഹിക്കുന്ന 12 റക്അത്ത് ആഗ്രഹ സഫലീകരണ നമസ്കാരമാണ്. വളരെ വ്യാപകമായി ആധുനിക സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ പുരോഹിതന്മാർ എന്ന് സമൂഹം വിളിക്കപ്പെടുന്ന ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും സമൂഹമൊക്കെ അതിന്റെ ആ ഒരു ഒഴുക്കിലൂടെ ഒഴുകുന്ന കാഴ്ചയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മഹുല്ലാഹ്, ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഇമാം നവവി, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, അസ്സലാത്തുൽ മഅറൂഫ ബിസ്വലാത്തി റഗായിബ്, റഗായിബ് എന്നറിയപ്പെടുന്ന സമൂഹത്തിൽ അറിയപ്പെടുന്ന നമസ്കാരം,
وهي 12 ركعة تصلي بين المغرب والعشاء ليلة أول جمعة في رجب. റജബിന്റെ ആദ്യ ജുമഅയുടെ രാവിൽ മഗ്രിബിനും ഇശാഇനും ഇടയിൽ നിർവഹിക്കുന്ന 12 റക്അത്ത് നമസ്കാരം. എന്നിട്ട് കോമയിട. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, വസ്വലാത്തു ലൈലത്തു നിസ്ഫി ശഅബാൻ 100 റക്അ. ശഅബാനിന്റെ 15ന്റെ രാവിൽ നിർവഹിക്കുന്ന 100 റക്അത്ത് നമസ്കാരം. ഈ 2 നമസ്കാരങ്ങളും ഈ 2 നമസ്കാരങ്ങൾ ബിദ്അതാനി വ മുൻകറാനി, ഇത് രണ്ടും ദീനിലേക്ക് കടന്നുകൂടിയ ബിദ്അത്തുകളാകുന്നു. സുന്നത്തിനെതിരാണ് 100 റക്അത്ത് നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. നിസ്കാരല്ലേ നല്ലതല്ലേ എന്നൊക്കെ ലളിതമായി ചിന്തിക്കുന്ന സാധുക്കളൊക്കെ ഉണ്ടാവും. ചില പാവം പിടിച്ച മനസ്സിന്റെ ഉടമകൾ ഉണ്ടാവും. എന്താ നിസ്കാരല്ലേ നല്ലതല്ലേ? നിസ്കാരാണ് നല്ലതാണ്, ളുഹറാണ്, അത് 4 റക്അത്താ, അത് 5 ആകുമ്പോ നന്നാവൂല. 5 റക്അത്ത് ളുഹർ നമസ്കാരം അത് നല്ലതല്ല, അത് ചീത്തയാ, അത് മതവിരുദ്ധമാണ്. 4 റക്അത്ത് നമസ്കരിക്കലാണ് ഇസ്ലാം. അത് 3 ആക്കലും അത് 5 ആക്കലും അത് മതത്തിനകത്തേക്കുള്ള കൂട്ടിച്ചേർക്കലാണ്, അത് വെട്ടിച്ചുരുക്കലാണ്. അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. മതത്തിന്റെ ശരീഅത്ത് നിർമ്മിക്കുവാനുള്ള അധികാരം അത് അല്ലാഹുവിനാണ്. ആ അല്ലാഹു ദൂതിലൂടെ, റിസാലത്തിലൂടെ, പ്രവാചകനിലൂടെ നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ് മതം. അത് കൃത്യമായി കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമ്മിലാണുള്ളത്. അവിടെ കൃത്യമായ നിലപാടിലാണ് ഞാൻ ഉള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അനന്തര ഫലം എന്ന് പറയുന്നത് നഷ്ടമാത്രമായിരിക്കും എന്ന് സമൂഹം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായി നിർവഹിക്കുന്ന അറവ്, ബലിയറുക്കുക, മൃഗത്തെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങുക, അറുക്കുക, അതിന്റെ മാംസം വിതരണം ചെയ്യുക. ഇത് ജാഹിലിയത്തിൽ നിലനിന്നിരുന്ന അഥീറ എന്ന് പറയും. അഥീറത്ത് റജബ്, റജബിലെ അഥീറത്ത് ബലിയെറുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ ഫറഅ വലാ അഥീറ. ഫറഅ ഇല്ല, ഇനി ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അഥീറത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇനി ഇല്ല. എന്താ ഫറഅ? എന്താണ്? ഒട്ടകം പ്രസവിച്ചാൽ ആദ്യ കുഞ്ഞിനെ ബലിയെറുക്കുക. ഇത് ജാഹിലിയത്തിലുണ്ടായിരുന്ന സമ്പ്രദായമാണ്. ജാഹിലിയത്തിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളെ ഇസ്ലാം ശുദ്ധീകരിച്ചാണ് ശുദ്ധമായ ഇസ്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നും ആളുകൾ പ്രത്യേകമായ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ ഉംറ നിർവഹിക്കുന്നത് പോലെ പ്രത്യേകമായ ബലിയെറുക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പണ്ഡിതന്മാരെ അവകാശപ്പെടുന്ന ആളുകളെയും സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റജബ് എത്തിക്കഴിഞ്ഞാൽ പള്ളികളിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്ന പ്രാർത്ഥനയാണ് പ്രത്യേകമായ ഒരു പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന പേരിലാണ്. ഇദാ ദഖല റജബ്, റജബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണമേ, വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? റസൂലുള്ള അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു പ്രാർത്ഥനയുടെ ലഫ്ള് പ്രവാചകൻ പഠിപ്പിക്കാത്ത ലഫ്ള് പഠിപ്പിച്ചുവെന്ന് ആരോപിക്കാൻ പാടില്ല. അത് പ്രവാചകന്റെ പേരിൽ കളവാരോപിക്കല. എന്റെ പേരിൽ ആരെങ്കിലും കളവാരോപിച്ചാൽ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. അല്ലാഹു റമളാനിൽ എത്തിയാ പ്രാർത്ഥിക്കാം, അല്ലാഹു ബാരിക് ലനാ ഫീ റമളാൻ. ശഅബാനിൽ എത്തിയാൽ, റജബിലെത്തി, ഏത് മാസത്തിലെത്തിയാലും ആ മാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഈ വീട്ടിൽ നീ ബറക്കത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ഭാര്യയിൽ, എന്റെ മക്കളിൽ, എന്റെ സമ്പത്തിൽ ബറക്കത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതൊരു വിഷയത്തിലും ബറക്കത്ത് എന്ന് പറയുന്നത് സിയാദത്തുൽ ഖൈർ, നന്മയുടെ വർധനവാണ്, നന്മയുടെ ഇസ്ബാത്ത്, നന്മയുടെ നിലനിൽക്കല. നന്മ ഉണ്ട്, നഷ്ടപ്പെട്ടു പോകുക, അതിന് ബറക്കത്ത് എന്ന് പറയില്ല. നന്മ ഉണ്ടാവുക, അത് കൂടുക, അത് നിലനിൽക്കുക, അതിനാണ് ബറക്കത്ത് എന്ന് പറയുക. അത് ഉണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി ഏതൊക്കെ വിഷയങ്ങളിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? അല്ലാഹുമ്മ ബാരിക് ഫി ഷാമിന, ഷാമിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി മുദ്ദിന വസായിന, മുദ്ദിലും സായിലും അളക്കുന്ന പാത്രങ്ങളിൽ അതിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതൊരു നന്മ നമ്മിലുണ്ടോ ആ നന്മകളിലെല്ലാം
ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ലഫ്ള് ഉച്ചരിക്കുകയും എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യൽ ബിദ്അത്താകുന്നു എന്നുള്ളത്. ഒരുപാട് വിഷയങ്ങൾ. ആരൊക്കെയാണോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മൈക്ക് കയ്യിലെടുക്കുന്നത്, അവന്റെ വായിൽ എന്തൊക്കെയാണോ വരുന്നത്, ആ വരുന്നത് മുഴുവൻ റജബിന്റെ ഫളിലായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയ സങ്കടമാണ് ആ വിഷയത്തിൽ. ഓരോ 5 സെക്കൻഡ് 10 സെക്കൻഡ് 12 സെക്കൻഡുള്ള ഓരോ കഷ്ണം അതിങ്ങനെ വരിക ഫോണിലേക്ക്. ഉസ്താദെ ഇത് സ്വഹീഹാണോ, ഇത് സ്വഹീഹാണോ, ഇങ്ങനെ ദുആ ചെയ്യാൻ പറ്റും, അങ്ങനെ അവിടുന്ന് കേട്ടു, ഇങ്ങനെ ഇവിടുന്ന് കേട്ടു. തിന്മയുടെ വ്യാപകമായ പ്രചാരകരായിക്കൊണ്ട്, ബിദ്അത്തിന്റെ പ്രചാരകരായിക്കൊണ്ട് നമ്മൾ മാറിത്തീരുന്ന, അറിയാതെ പോലും മാറിത്തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചറിവുണ്ടാവുകയും പരിഹാരം ഒന്നേ ഉള്ളൂ, ഒറ്റ പരിഹാരമുള്ളൂ. പ്രമാണത്തിൽ നിന്ന് ശരി പഠിക്കുക എന്നുള്ളത്. ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, സുന്നത്ത് പഠിക്കുക, ബിദ്അത്തുകളെ തിരിച്ചറിയുക, ഹറാമുകളെ തിരിച്ചറിയുക, ശിർക്ക് വരുന്ന വഴികളെ തിരിച്ചറിയുക. സൂക്ഷ്മമായി പ്രമാണത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തെ നയിക്കുവാൻ ബിദ്അത്തുകൾ ഒന്നും ചെയ്യാതെ, ബിദ്അത്തുകൾ ചെയ്താലുള്ള നഷ്ടങ്ങൾ നിരവധി. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകും, ദുആ സ്വീകരിക്കപ്പെടാതെ പോകും. ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിലേക്ക് ബിദ്അത്ത് വരാതെയുള്ള ഒരു ഗൗരവ ബുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുക. പ്രാർത്ഥനയുടെ മനസ്സ്, ബിദ്അത്തിന്റെ കൂട്ടത്തിലൊന്നും ഞാൻ പെട്ടുപോകരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണബദ്ധിതമായ ദീനി ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى. والصلاة والسلام على الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരി സഹോദരന്മാർ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടനവധി കർമ്മങ്ങൾ ഞാനും നിങ്ങളും മതത്തിന്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നു. ഈ കർമ്മങ്ങൾ മുഴുവൻ സ്വീകരിക്കപ്പെടുക എന്നുള്ളത് അനിവാര്യതയിൽപ്പെട്ട കാര്യം. നമ്മൾ നിസ്കരിക്കുന്നത് സ്വീകരിക്കപ്പെടാതെ പോവുക, നമ്മൾ സ്വതക്ക ചെയ്യുന്നത് സ്വീകരിക്കപ്പെടാതെ പോവുക, നമ്മൾ മറ്റു ആരാധനാ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. ഇശാന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ ഒരാൾ 100 റക്അത്ത് നിന്ന് നിസ്കരിക്കുക, അത് സ്വീകരിക്കപ്പെടാതെ പോവുക. അപ്പൊ സ്വീകരിക്കപ്പെടുന്നതും പെടാതിരിക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിന് മതം പഠിപ്പിച്ച 2 മാനദണ്ഡങ്ങൾ. ഒരു കർമ്മം സ്വീകരിക്കുവാൻ, രണ്ടും വേണമെങ്കിൽ 3 എണ്ണാം. ഒന്ന് ഈമാനാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല, ഈമാനുള്ളവനിൽ നിന്ന് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കൂ. രണ്ടാമത്തേത് ഇഖ്ലാസ്. ഇഖ്ലാസ് അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതീക്ഷ മാത്രമാക്കലാണ് ഇഖ്ലാസ്. റബ്ബിങ്കൽ നിന്നുള്ള പ്രതിഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം. ഇന്നിപ്പോ എന്തിനാ പള്ളിയിലേക്ക് വന്നത്? ഓരോരുത്തരും അവനാന്റെ മനസ്സിനോട് ഇങ്ങനെ ചോദിക്കും. 12:15 ഇവിടെ കയറി വന്നിരുന്നിട്ട് അൽക്കഫൊക്കെ ഓതി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇരുന്ന് ദുആ ചെയ്ത ആളുകൾ 12:30 മണിക്ക് കയറി വന്നവര്, 12:45 വന്നവര്, ഇപ്പോഴും വരവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ എന്തിനാ പള്ളിക്ക്? ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഇഖ്ലാസ് വേണം. ആ ഇഖ്ലാസ് റബ്ബിങ്കൽ നിന്ന്, എന്നോട് എന്റെ റബ്ബ് എന്നെ ഭൂമിയിലേക്ക് വിട്ട, അങ്ങോട്ട് വെറുതെ പറഞ്ഞയച്ചതല്ല. ശ്വസിക്കാനുള്ള വായു ഒരു ചെലവുമില്ലാണ്ട്, കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണ സംവിധാനങ്ങള്, പകല് മുഴുവൻ ക്ഷീണിച്ച് ജോലിയെടുക്കുമ്പോൾ വൈകുന്നേരം സമാധാനായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങാൻ ഇണയും അതിന്റെ വീടും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി തന്ന് ആ റബ്ബിനോട് ജുമാക്ക് പോകാൻ പറഞ്ഞു, നിസ്കരിക്കാൻ പറഞ്ഞു, സ്വതക്ക ചെയ്യാൻ പറഞ്ഞു, ഉംറ ചെയ്യാൻ പറഞ്ഞു, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു. ആ റബ്ബ് ചെയ്യാതിരുന്നാലുള്ള ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കർമ്മം ചെയ്യുക, അതിനാണ് ഇഖ്ലാസ് എന്ന്. അത് മനസ്സിലുണ്ടാവണം. വരന്റെ പെരേന്ന് പള്ളിയിൽക്കണ്ട് ഇറങ്ങുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം, റബ്ബെ എന്റെ ഈ നടത്തത്തെ നീ സ്വീകരിക്കണം. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ പറയണം, റബ്ബന തഖബ്ബൽ മിന്നി,
എന്നിൽ നിന്ന് പടച്ചോനത് നീ സ്വീകരിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയുടെ മനസ്സ്, മുഴുമനസ്സ്. അതാണ് സൂറത്തുൽ ബയ്യനയുടെ 5-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീനിനെ, കീഴ്വണക്കത്തെ, സമർപ്പണത്തെ റബ്ബിലേക്ക് മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ വമാ ഉമിറൂ നാം അല്ലാഹു പറഞ്ഞിട്ടില്ല. ആയത്ത് തുടങ്ങുന്നത് അല്ലാഹു വമാ ഉമിറൂ എന്ന് പറഞ്ഞുകൊണ്ടാ. നിങ്ങളോട് പറഞ്ഞിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല നിസ്കരിക്കാന്, കൽപ്പിച്ചിട്ടില്ല നോമ്പ് വെക്കാന്, ഇഖ്ലാസോട് കൂടി അല്ലാതെ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. രണ്ടാമത്തെ നിബന്ധന, 1 ഈമാന്, 2 ഇഖ്ലാസ്. ഈമാനിനെ അതിന്റെ കൂടെ എണ്ണുന്ന പണ്ഡിതന്മാരും എണ്ണാത്ത പണ്ഡിതന്മാരും. മാക്സിമം എണ്ണിയ 3, ചുരുക്കി എണ്ണിയ 2 ഒക്കെ അതിൽ പെട്ടു. 3 ഇത്തിബാ ആണ്. ഒരു കർമ്മം ചെയ്യുമ്പോ റബ്ബ് സ്വീകരിക്കണോ, എങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത്, എങ്ങനെയാണോ ഹദീസ് പറഞ്ഞത്, എത്രയാണോ ഖുർആൻ പറഞ്ഞത്, എത്രയാണോ ഹദീസ് പറഞ്ഞത്, എപ്പോൾ നിർവഹിക്കണമെന്നാണോ ഖുർആൻ പറഞ്ഞത്, എപ്പോൾ നിർവഹിക്കണമെന്നാണോ ഹദീസ് പറഞ്ഞത്, ആ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള അതിന്റെ കൃത്യമായ എണ്ണത്തിൽ, കൃത്യമായ രൂപത്തിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ സ്ഥലത്ത് അത് നിർവഹിക്കുമ്പോൾ മാത്രമേ ആ കർമ്മം സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമുക്ക് എല്ലാ തിരക്കും കഴിഞ്ഞ് ഒഴിവൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിസ്കരിക്കാം. എത്ര തവണ, ചുരുങ്ങിയത് ഒരു 50 തവണ ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അസർ നിസ്കാരത്തിന്റെ അവസ്ഥ. പക്ഷെ ഇന്നും എന്റെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ, കുട്ടികൾ, യുവാക്കൾ നമസ്കാരം റസൂലുള്ളാഹി ഹറാം നിർവഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആ ഹറാമിന്റെ സമയത്ത് നിർവഹിക്കുന്നു. മഗ്രിബിന്റെ തൊട്ട് മുൻപ് 15 മിനിറ്റ് 20 മിനിറ്റിന്റെ മുൻപ് തൊട്ട് മുമ്പ് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ചെയ്യാൻ പാടില്ല ആ സമയത്ത് നമസ്കാരം. വലിയ സങ്കടം. മഗ്രിബ് ബാങ്കിന്റെ 10 മിനിറ്റ് മുമ്പ് വന്ന് അസ്ർ നമസ്കരിച്ച് ബാങ്ക് വിളിക്കാൻ 1 മിനിറ്റ് ബാക്കി ഉണ്ടാകുമ്പോ മഗ്രിബിന്റെ ജമാഅത്തിൽ അറ്റൻഡ് ചെയ്യാതെ ഇറങ്ങി പോകുന്ന ആൾക്കാർ. ആവറേജ് 10 ആളുകൾ ആ മൂലയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി കസേരയിൽ. എല്ലാരും ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയുന്നത് അവർക്കൊരു മാനസികമായി വിഷമം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്, എല്ലാവരും കേട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും ബാധക, എനിക്കും ബാധക, കേൾക്കുന്നവർക്കൊക്കെ ബാധകമാണ്. ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രാഇന്റെ 19-ാമത്തെ ആയത്തിൽ പറയുന്നു, ആരെങ്കിലും പരലോകത്തെ ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ മുഅ്മിനായിക്കൊണ്ട് അവൻ പരിശ്രമിക്കണം. എങ്ങനത്തെ പരിശ്രമം? അതിന്റെ പരിശ്രമം. വെറുതെ പരിശ്രമിച്ചാ പോരാ. വെറുതെ 100 റക്അത്ത് നിസ്കരിക്കുക, വെറുതെ കുറെ ജാഥയിലും ഘോഷയാത്രയിലും അറ്റൻഡ് ചെയ്യുക, കുറെ പോത്ത് വാങ്ങിയിട്ട് അറുത്ത് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക, കുറെ അരി വാരി വാങ്ങി കൊടുക്കുക. നല്ല പരിശ്രമ. വെറുതെ പരിശ്രമിച്ചിട്ട് കാര്യമല്ല. അതിന്റെ പരിശ്രമം നടത്തണം. ഏത് അതിന്റെ പരിശ്രമം? അത് മതത്തിൽ ഉള്ള പഠിപ്പിക്കപ്പെട്ട പരിശ്രമമാണ്. ആ പരിശ്രമം കൂടെ, അതിനാണ് ഇത്തിബാ, റസൂലുള്ളയെ പിന്തുടരുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും ഗൗരവങ്ങളെ വേർതിരിച്ചറിയുകയും പരലോകത്തെ ആര് ലക്ഷ്യം വെക്കുന്നുവോ അതിനു വേണ്ടി മതം പഠിപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഏതുണ്ടോ ആ കർമ്മങ്ങളെ സ്വീകരിക്കുകയും ബിദ്അത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ഈ മാസത്തിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിലൊക്കെ ഇത്തരം മേഖലകളിലൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അല്ലാഹു ഗഫൂറാൻ, അവൻ റഹീമാണ്. അവന്റെ മുൻപിലേക്ക് കുറ്റബോധത്തിന്റെ തൗബയുടെ മനസ്സുമായി കൊണ്ട്, ഇനാബത്തിന്റെ ഖേദിച്ച് മടങ്ങുന്ന മനസ്സുമായി അവന്റെ മുൻപിലേക്ക് കൈകൾ നീട്ടുക. പ്രാർത്ഥനയൊക്കെ വർദ്ധിപ്പിക്കുക, പവിത്രമായ മാസമാണ്. ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക, പവിത്രമായ മാസമാണ്. സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പാലിക്കുക. ശീലമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് ശീലിച്ചു തുടങ്ങുക. ഖുർആൻ അടച്ചു വെച്ച ആളുകളൊക്കെ ഒന്ന്, റമദാനിലൊക്കെ അടച്ചവരൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മദ്ഹ് പറയുമ്പോ അന്നൊന്ന് തുറന്നു നോക്കും, 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും അടയും. അവിടുന്നൊക്കെ ഒരു മോചനത്തിന് ആവശ്യമാണ് ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തെ യഥാർത്ഥ രൂപത്തിൽ പരിഗണിക്കുകയും അതിനെ ആ രൂപത്തിൽ തന്നെ മതത്തിന്റെ പ്രമാണങ്ങളോട് സമീപിക്കുകയും ജീവിതത്തിലേക്ക് അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകൾ സംഭവിച്ചതെല്ലാം അവന്റെ മഹത്തായ ഫضل കൊണ്ട് അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ അപ്പന്മാര്, ഉമ്മമാര്, ജ്യേഷ്ഠാനുജന്മാര്, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
ഒരുപാട് ആളുകൾ രോഗം കൊണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ട്, മാനസികമായ, സാമ്പത്തിക, ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.